പുതിയൊരു മലയാളം സിനിമ കൂടി ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയതോടെ 2024 എന്ന ഈ വർഷത്തിലെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ FT കളക്ഷൻ നേടിയെടുത്ത സിനിമകളുടെ പട്ടിക വീണ്ടും അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ പൃഥ്വിരാജ് ബേസിൽ ജോസഫ് കോംബോയിൽ എത്തിയ സിനിമ. ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണ്. ആദ്യ ദിവസം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 8,10,00,000 രൂപയും കേരള ബോക്സ് ഓഫീസിൽ 3,80,00,000 രൂപയും ഗ്രോസ് കളക്ഷൻ നേടിയെടുത്തതോടെ സിനിമ പുതിയ നേട്ടങ്ങൾ ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുകയാണ്. ബേസിൽ ജോസഫിനെ സംബന്ധിച്ച് ബേസിൽ അഭിനയിച്ച സിനിമകൾ അദ്ദേഹത്തിന്റെ ഏറ്റവും ഉയർന്ന കേരള വേൾഡ് വൈഡ് FT കളക്ഷൻ നേടിയെടുത്ത സിനിമ എന്നൊരു റെക്കോർഡാണ് ചിത്രം നേടിയെടുത്തതെങ്കിൽ ആടുജീവിതം എന്ന സിനിമയ്ക്ക് ശേഷം പൃഥ്വിരാജിന്റെ ഏറ്റവും ഉയർന്ന കേരള വേൾഡ് വൈഡ് FT കളക്ഷൻ നേടിയെടുത്ത സിനിമയായിട്ടാണ് പൃഥ്വിരാജിന് സിനിമ മാറിയത്. ആടുജീവിതം വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 16 കോടി രൂപയ്ക്ക് മുകളിലായിരുന്നു കളക്ഷൻ നേടിയെടുത്തത്. ഇപ്പോഴത്തെ അതിന്റെ പകുതി കളക്ഷനോളമാണ് പൃഥ്വിരാജിന്റെ ഏറ്റവും പുതിയ 2024 രണ്ടാമത്തെ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ 8,10,00,000 എന്നൊരു കളക്ഷൻ സിനിമയെ സംബന്ധിച്ച് മികച്ചൊരു FT കളക്ഷൻ തന്നെയാണ്. ഇനി ഈ വർഷം ഏറ്റവും ഉയർന്ന കേരള FT കളക്ഷൻ നേടിയെടുത്ത സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ജനുവരിയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ലാലേട്ടന്റെ മലക്കോട്ടെ വാലിബൻ തന്നെയാണ് 2024 വർഷത്തിലെ ഏറ്റവും ഉയർന്ന കേരള FT കളക്ഷൻ നേടിയെടുത്തിരിക്കുന്ന സിനിമ. 5,85,00,000 ആയിരുന്നു സിനിമയുടെ കേരള FT കളക്ഷൻ. രണ്ടാം സ്ഥാനത്ത് പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമയാണ്. 5,83,00,000 ആയിരുന്നു മാർച്ചിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയുടെ കേരള FT ഗ്രോസ് കളക്ഷൻ. മൂന്നാം സ്ഥാനത്ത് ഇപ്പോഴത്തെ വീണ്ടും ഒരു പൃഥ്വിരാജ് സിനിമ ഇടം നേടിയെടുത്തിരിക്കുകയാണ്. 3,80,00,000 രൂപയാണ് സിനിമയുടെ കേരള FT കളക്ഷൻ. അതേസമയം നാലാം സ്ഥാനത്ത് ഫഹദിന്റെ ആവേശം എന്ന സിനിമയാണ്. വിഷു ഇത് റിലീസായിട്ട് ക്ലാഷ് റിലീസായിട്ട് കൂട്ടത്തിൽ എത്തപ്പെട്ട സിനിമ കൂടിയായ ആവേശം ആദ്യ ദിവസം 3,50,00,000 രൂപയായിരുന്നു കേരളത്തിൽ ഗ്രോസ് കളക്ഷനായിട്ട് നേടിയെടുത്തത്. അഞ്ചാം സ്ഥാനത്താണ് മഞ്ഞുമൽ ബോയ്സ് ഇടം നേടിയെടുത്തിരിക്കുന്നത്. 3,35,00,000 രൂപയായിരുന്നു ആദ്യ ദിവസത്തെ കേരള FT കളക്ഷൻ. ഇന്നലെ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ഗുരുവായൂർ അമ്പലനടയിൽ. ഇന്ന് രണ്ടാം ദിവസം സിനിമയ്ക്ക് വെള്ളിയാഴ്ച ദിവസം വമ്പൻ ബുക്കിംഗ് ആണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ഇന്നത്തെ വെള്ളിയാഴ്ച ദിവസത്തെ പ്രീസെൽ കളക്ഷൻ ഇന്നലെ അർദ്ധരാത്രിയോടെ പുറത്തു വന്നപ്പോൾ 94 ലക്ഷത്തിലേക്ക് സിനിമയുടെ കേരള പ്രീസെൽ ഗ്രോസ് എത്തപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യ ദിവസത്തെ കളക്ഷനുമായി വലിയൊരു വ്യത്യാസം രണ്ടാം ദിവസം സിനിമയ്ക്ക് ഉണ്ടാകില്ല. കാത്തിരിക്കാം സിനിമയുടെ കൃത്യമായ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ട്.